നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ CJ റോയി അദ്ദേഹത്തിൻ്റെ മരണമുറ്റവരെ ഒന്നടങ്കം വേദനിപ്പിച്ചിരിക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, എന്തുകൊണ്ട് അദ്ദേഹം ഒരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കിയായിരിക്കുകയാണ്. പൂർണ്ണമായും നിയമപരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ തടയാനും അന്വേഷിക്കാനുമുള്ള ഇന്ത്യ-UAE കരാർ അത് ഈയിടയ്ക്ക് പ്രാബല്യത്തിൽ വന്നിരുന്നു. ആ കരാറുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കർശനമാക്കിയത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം പല സംരംഭകരെയും പ്രതിസന്ധിയിലാക്കിയെന്ന സൂചന പുറത്തു വരുന്നുണ്ട്. അത് ഇദ്ദേഹത്തെ CJ റോയിയും ഇത് ബാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് നിലവിൽ ഈ മേഖലയിലുള്ളവർ ഒരു സംശയമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയിലെ ബിസിനസ്സിൽ നിന്നുള്ള ലാഭമാണ് UAEയിൽ മുതൽ മുടക്കുന്നതെന്ന വിവരമാണ് റോയി അവിടെ അധികൃതർക്ക് നൽകിയിരുന്നത്. മുതൽ മുടക്കുകളുടെ ഉറവിടം അന്വേഷിക്കാൻ കരാറിന്റെ അടിസ്ഥാനത്തിൽ UAE അധികൃതർ ഇന്ത്യയുടെ സഹകരണം തേടി. മാസങ്ങളായി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അടക്കം പല റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളിലും ആദായ നികുതി അധികൃതർ നടത്തുന്ന പരിശോധന ഇതനുസരിച്ചുള്ള അന്വേഷണത്തിന്റെ കൂടി ഭാഗമാണ് എന്നാണ് വിവരം. സാമ്പത്തിക ഇടപാടുകളും അതിലെ വീഴ്ചകളും തടയാനും വിവരങ്ങൾ പരസ്പരം കൈമാറാനുമുള്ള സഹകരണ കരാറിൽ ഇന്ത്യയും UAEയും 2018 ഒപ്പുവെച്ചു. ഈ കരാറിന്റെ നടത്തിപ്പ് കുറെ കൂടി കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയും UAEയും തമ്മിൽ സ്വീകരിച്ചു തുടങ്ങിയത്. UAE അവരുടെ ആന്റി മണി ലോണ്ടറിംഗ് നിയമം 2025 10-ാം നമ്പർ ഫെഡറൽ ഡിഗ്രി വഴി കർശനമാക്കിയിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയോ സ്ഥാപനമോ UAEയിൽ മുതൽ മുടക്കുന്ന പണം നിയമപ്രകാരമുള്ളതല്ലെന്ന് സംശയം തോന്നിയാൽ അതിൻ്റെ ഉറവിടം അതിനെക്കുറിച്ച് അന്വേഷിക്കുക. അവർക്ക് കരാർ പ്രകാരം ഇന്ത്യയുടെ സഹകരണം തേടാവുന്നതാണ്. ഈ ഉറവിടം എവിടെയാണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കരാർ പ്രകാരം ഇന്ത്യയുടെ സഹകരണം തേടാൻ സാധിക്കും. ആദായ നികുതി, പോലീസ് തുടങ്ങിയ എല്ലാ നിയമ സംവിധാനങ്ങളും അതിൻ്റെ അന്വേഷണത്തിനായി ഉപയോഗിക്കാൻ കരാർ പ്രകാരം ഇന്ത്യ ബാധ്യസ്ഥമാണ്. അതിനനുസരിച്ച് നീങ്ങിയേ സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ ആവശ്യങ്ങളിൽ UAE അവിടെയും ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കിയിരിക്കണം എന്നാണ് ഒരു നിർദ്ദേശങ്ങളുള്ളത്. അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ രഹസ്യമായി തന്നെ മറു രാജ്യത്തിന് നൽകുകയും വേണമെന്ന ഒരു നിർദ്ദേശം കൂടി മുന്നിലുണ്ട്. ആ രാജ്യത്ത് നടത്തിയ മുതൽ മുടക്കിൻ്റെ റിക്കവറിക്ക് പോലും ഇതര രാജ്യത്തിന് സാധിക്കുന്ന തരത്തിലുള്ള ഒരു കരാറാണിത്. CJ റോയിയുടെ സ്ഥാപനങ്ങളിൽ മാസങ്ങളായി UAE അധികൃതരുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലൊരു പരിശോധന നടന്നത് എന്നതടക്കമുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. UAEയിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നടത്തുന്ന മുതൽ മുടക്കുകളിൽ രാഷ്ട്രീയം, സിനിമ തുടങ്ങിയ മറ്റു മേഖലകളിലുള്ളവരുടെ പണവുമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും അധികൃതർ പരിശോധിക്കാം. എന്തായാലും ഈ കരാറും അദ്ദേഹത്തെ അലട്ടിയിരുന്നോ, ഈ കരാറും അദ്ദേഹത്തിൻ്റെ മരണകാരണമായോ എന്നതടക്കമുള്ള ചില സംശയങ്ങൾ ഈ മേഖലയിലുള്ളവർ അടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത് ആദായ നികുതി റെയ്ഡിനിടെ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്ത വ്യവസായി CJ റോയിയുടെ ഡയറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടെന്നാണ് ഡയറി കുറിപ്പിൽ റോയി എഴുതിയിരിക്കുന്നത്. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ഡയറിയിലുണ്ട്. പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും എഴുതി വെച്ചിരുന്നു റോയി. കമ്പനി എങ്ങനെ നയിക്കണമെന്നും ഡയറിയിൽ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. കമ്പനിയുടെ കാലങ്ങളായുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണം, അവരെ വഞ്ചിക്കരുത് എന്നാണ് ഡയറി കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 9 പേജുകളിലായി എഴുതിയിരിക്കുന്ന കുറിപ്പ് കുടുംബാംഗങ്ങൾക്ക് കിട്ടിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ അദ്ദേഹം നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ കമ്പനി ജീവനക്കാരെ വഞ്ചിക്കരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നിക്ഷേപകരെ സംരക്ഷിക്കണം, അവരെ വഞ്ചിക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം ഈ ഒരു ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം നേരത്തെ തന്നെ തൻ്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് എഴുതിയതാണോ ആ ഡയറി കുറിപ്പ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. ജനുവരി 31 സഹോദരനെ വിളിച്ച് റോയി സംസാരിച്ചത് ജീവനൊടുക്കാൻ തീരുമാനിച്ച ശേഷമാണ് എന്നാണ് നിലവിലെ നിഗമനം. ആദായ നികുതി വകുപ്പിൻ്റെ നിരന്തരമായ ഇടപെടൽ റോയിയെ വലിയ രീതിയിലാണ് സമ്മർദ്ദത്തിലാക്കിയത്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കും. അതേസമയം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടി അന്വേഷണ സംഘം രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. റോയിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും അന്വേഷിക്കും. കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യും. ജീവനക്കാരുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഓഫീസിലെത്തിയ സമയത്തെ സംബന്ധിച്ച് പോലും വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുകയാണ്. സുരക്ഷാ ജീവനക്കാരുടെ മൊഴി അനുസരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്കാണ് റോയ് ഓഫീസിലെത്തിയത്. സഹപ്രവർത്തകൻ TJ ജോസഫിൻ്റെ മൊഴിയിൽ അത് 3 മണിയാണ്. വെടിയൊച്ച കേട്ടില്ലെന്ന വാദത്തിലും അന്വേഷണം പുരോഗമിക്കുന്നു.
റോയിയുടെ ഡയറിയിൽ നിന്ന് വ്യക്തിപരമായ എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന സൂചന SITക്ക് കിട്ടിയിട്ടുണ്ട്. ഡയറിയിൽ കുടുംബത്തോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. നിക്ഷേപകർക്ക് എന്തുകൊണ്ട് കുടുംബത്തിനോടൊരു മാപ്പ് ചോദിച്ചു, അത് വ്യക്തിപരമായ പ്രശ്നങ്ങളാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ബിസിനസ് ആരെ ഏൽപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അടക്കം ഡയറിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് കിട്ടുന്നത്. ആത്മഹത്യ നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്നുള്ള സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോയിയുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഏവരുമായിരിക്കുന്നത്. അതേസമയം നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും മരണത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും റോയിയുടെ സഹോദരൻ CJ ബാബു പറഞ്ഞു. എന്തെങ്കിലും സമ്മർദ്ദമുള്ളതായി റോയി സുഹൃത്തുക്കളോട് കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നില്ലെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് മുന്നോട്ട് പോകുമെന്നും ബാബു കൂട്ടിച്ചേർത്തു. അതേസമയം അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഈ ഒരു ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനം കൊണ്ടാണ് എന്ന് കുടുംബം നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതേസമയം റോയിയുടെ മരണ ദിവസം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. വെള്ളിയാഴ്ച ഓഫീസിൽ റെയ്ഡ് നടന്നിട്ടില്ല, റോയിയുമായി തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ഉദ്യോഗസ്ഥർ കർണാടക പോലീസിന് മൊഴി നൽകി. അഡീഷണൽ കമ്മീഷണർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന റോയിയുടെ സഹോദരന്റെ ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. CCTV പരിശോധനയിൽ നിന്ന് പോലീസ് നിർണായക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിലെ മുൻനിര ബിസിനസ്സുകാരനായ CJ റോയിയുടെ മരണം ബിസിനസ് മേഖലയെ വലിയ രീതിയിൽ ഒരു തീരാ നഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബംഗളൂരിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ വെച്ച് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ സ്വയം വെടിയുതിർത്താണ് അദ്ദേഹം മരിച്ചത്. CJ റോയി ബിസിനസ് മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും മുന്നോട്ട് വെച്ച ആശയങ്ങളും പിന്നീട് പല ബിസിനസ്സുകാർക്കും വലിയ രീതിയിൽ പ്രചോദനമായതാണ്. ഒടുവിൽ നിയമലംഘനങ്ങളുടെ പേരിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിടാതെ പിന്നാലെ കൂടി. ഇതോടെയാണ് CJ റോയി ജീവനൊടുക്കിയത്. CJ റോയി മരണവിവരം പുറത്തു വന്നതിന് പിന്നാലെ നിയമലംഘനം നടത്തി ബിസിനസ് ചെയ്യില്ലെന്ന് വ്യക്തമാക്കുന്ന റോയിയുടെ ഒരു പഴയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നുണ്ട്. കൊച്ചി മരടിൽ ഫ്ലാറ്റ് പണിക്ക് തുടക്കമിട്ടതിൻ്റെയും അത് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചതിൻ്റെയും കാരണം വ്യക്തമാക്കുന്ന CJ റോയിയുടെ അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: കോൺഫിഡന്റ് ഗ്രൂപ്പ് വലിയൊരു പ്രോജക്റ്റ് മരടിൽ പ്ലാൻ ചെയ്തതാണ്. 450 ഫ്ലാറ്റിനാണ് അനുമതി കിട്ടിയത്. അതിൽ 250 ഫ്ലാറ്റ് സെയിലായതാണ്. ബിൽഡിങ്ങിന്റെ പണി ചെറിയ രീതിയിൽ തുടങ്ങിയിരുന്നു. അന്ന് എന്നോട് ആരോ CRZ എന്ന് പറഞ്ഞു. അന്നത് എന്താണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പേർട്ടുമായി സംസാരിച്ചു. അന്നാണ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്താണെന്ന് താൻ അറിയുന്നത്. അതേ എക്സ്പേർട്ട് തന്നോട് പറഞ്ഞു, ഇതൊക്കെ ചുമ്മാ റൂൾ ബുക്കിലേ ഉള്ളൂ, ഇതൊന്നും പ്രശ്നമാകില്ലെന്ന്. അന്ന് തൻ്റെ തലയിൽ ഒരു പുഴു കയറി. ഇത് റൂൾ ബുക്കിലുണ്ടെങ്കിൽ അത് ഭാവിയിൽ റൂൾ ആയാൽ അത് പ്രശ്നമാകുമെന്ന് മുൻകൂട്ടി താൻ കണ്ടു. പിന്നീട് ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ പ്രോജക്റ്റ് താൻ ക്യാൻസൽ ചെയ്തു. 250 ഫ്ലാറ്റിന് അഡ്വാൻസ് തന്ന എല്ലാ കസ്റ്റമേഴ്സിനും പലിശ സഹിതം തിരിച്ചു നൽകി. അന്ന് എല്ലാവരും തന്നോട് പറഞ്ഞു അതൊരു മണ്ടത്തരമല്ലേ എന്ന്. പക്ഷേ ആ പ്രോജക്റ്റ് കോൺഫിഡന്റ് ഗ്രൂപ്പ് 2009 ഉപേക്ഷിച്ചു. 2025 ആ പ്രോപ്പർട്ടി അവിടെ കിടപ്പുണ്ട്. മരടിലെ പ്രൊജക്റ്റ് അല്ലാതെ മറ്റൊരു പ്രൊജക്റ്റും കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ഉപേക്ഷിക്കേണ്ടതായി വന്നിട്ടില്ല. കാരണം ഒരു നിയമവും ഇതുവരെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ലംഘിച്ചിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്തായാലും എന്താണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത്? തീരാവേദന. കുറ്റവർക്കും അദ്ദേഹത്തെ അറിയാവുന്നവർക്കും എല്ലാം വലിയ രീതിയിലുള്ള വേദനയെ അദ്ദേഹത്തിന്റെ മരണം മാറിയിരിക്കുകയാണ്. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.